ഹലോ, ഞങ്ങളിന്ന് പുറത്ത് വന്നേക്കാം കേട്ടോ. ഇന്ന് അപ്പോൾ നിങ്ങൾക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാം. പുറത്ത് പോയെന്ന് വെച്ചാൽ രാവിലെ കൊച്ചിന് പല്ലിന് ഡോക്ടറെ കാണിക്കേണ്ട ചെക്കപ്പിൻ്റെ ദിവസമായിരുന്നു. അങ്ങനെ പോകാൻ കാരണം ഞാൻ വെളുപ്പിനെ എഴുന്നേക്കും. ഒരു 3-3:30 ആകുമ്പോൾ 3:15 ആകുമ്പോൾ അലാറം അടിക്കും. ചിലപ്പോൾ അപ്പം തന്നെ എഴുന്നേക്കും. എൻ്റെ മോൻ ദേഷ്യം വന്നിട്ട് ആംഗ്രി ആയിരിക്കണത് കേട്ടോ രംഗാട്ടത്. ഞങ്ങൾ ട്രെയിനിലൊക്കെ ഇറങ്ങി പോകാൻ തുടങ്ങിയതാണ്. അപ്പോൾ പറഞ്ഞു സ്വിങ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം നമ്മളിങ്ങനെ സ്വിങ് ചെയ്യാൻ വന്നതാണ് ഇവിടെ. സ്വിങ്ങൊക്കെ ചെയ്തിട്ട് ഞങ്ങളുടെ ബസ് 12 മണിക്കാണ്. 12 മണി ഉച്ചയ്ക്ക് ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 ഷോപ്പിംഗ് സ്ഥലത്ത് പോയി. വെറുതെ അധികമൊന്നും വാങ്ങിച്ചൊന്നുമില്ല. കുറച്ച് വെജിറ്റബിളും കൊച്ചിൻ്റെ സോക്സും ഒക്കെ വാങ്ങിച്ച്. ഇതാണ് ഇവിടുത്തെ സെൻട്രം, ബെർഗൻ സെൻട്രം. ഇതേ ഒരു ബീബാനം വരുന്നുണ്ട് അവിടെ നിന്ന്. അപ്പം ഇന്ന് പറയാനിരിക്കുന്ന അറിയാമോ, കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞൊക്കെയായി കുറേ നാൾ താമസിച്ച്, ഒരു 10-11 വർഷമൊക്കെ കൂടെ താമസിച്ച് കഴിഞ്ഞിട്ട് നമ്മളെ കൂടെ താമസിക്കുന്ന ഭർത്താവുന്ന വ്യക്തിക്ക് ഓരോരുത്തർക്ക് പ്രത്യേക ക്യാരക്ടറല്ലോ, അനുഭവങ്ങൾ പറയണതാണ് ഞാൻ. അപ്പോൾ നമ്മളെ വേണ്ടാന്ന് തോന്നും. അപ്പോൾ നമ്മളങ്ങ് ഇട്ടിട്ട് പോകും. അപ്പോൾ നമുക്ക് കുഞ്ഞായി നമ്മളുള്ള ജോലി കളഞ്ഞിട്ടായിരിക്കും കല്യാണം ആകുമ്പോൾ നമ്മൾ കൂടെ പോണത്. അത് കഴിഞ്ഞിട്ട് നമ്മളെ നടുങ്കടലിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന ആൾക്കാരോടാണ്, അങ്ങനെയുള്ള ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളെ ഇട്ടിട്ട് പോകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സ് ആ വ്യക്തി അറിയുന്നില്ല, ഏകാന്തത അറിയുന്നില്ല. പിന്നെ ആ മനസ്സിലെ മുറിവ് ഉണങ്ങാൻ എത്ര നാളെടുക്കും? പ്രത്യേകിച്ച് ഒരു കുഞ്ഞ് 2-3 വയസ്സായ കുഞ്ഞിനെയൊക്കെ ഇട്ടിട്ട് അന്യ സ്ത്രീകളിലേക്ക് സുഖം തേടിപ്പോണം. അത് ലീഗൽ മാരേജ് ഒന്നുമല്ല. അപ്പോൾ ഇങ്ങനെ ഒരു വിവാഹത്തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഒരു വിവാഹത്തട്ടിപ്പ് നടക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ സാധാരണ പണ്ടത്തെ ആൾക്കാർ വിവാഹത്തട്ടിപ്പ് നടത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പണ്ടത്തെ ആൾക്കാർ നടത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വിവാഹത്തട്ടിപ്പ് എന്നൊക്കെ ഞാൻ പണ്ട് കേട്ടിട്ടുള്ളൂ. അത് നടക്കണത് നല്ലൊരു റോസാപ്പൂ ഉണ്ടേ, കാണിച്ചു തരാം. എന്ത് രസമല്ലേ, നല്ല പനിനീർ റോസാപ്പൂ. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ റോസാപ്പൂ കേട്ടോ. അടിപൊളി, സൂപ്പർ. രസമാണ്. ഞാനൊന്ന് മണത്ത് നോക്കട്ടെ. പക്ഷെ ഇതിനധികം മണമില്ല. പക്ഷേ അത് വേറെ സൈഡിലൊക്കെ ഇറങ്ങിയോ അവർക്കെന്ന് വെച്ചാൽ ഏകാന്തതയും വേദനയും ഒന്നും അറിയാൻ പറ്റില്ല. അവർ പിന്നെ അടുത്ത മേച്ചിൽപ്പുറം തേടി അങ്ങ് പോയി. പിന്നെ അവിടെ സുഖിച്ച് നടക്കുകയല്ലോ വേറെ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വരുമ്പോഴും സ്വീകരിക്കാനുള്ള പെണ്ണുങ്ങളുണ്ട്. കാരണം ഇപ്പം ഇപ്പോഴത്തെ പുതിയ തട്ടിപ്പിൻ്റെ അതാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അനുഭവത്തിലാണ് പറയണത്. തട്ടിപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാര്യത്തിൽ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളെ വേണ്ടാന്ന് തോന്നി നമ്മൾ ഒഴിവായി പോകാൻ വേണ്ടി വളരെ ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കും. പിന്നെ നമുക്ക് ജീവിതമാർഗ്ഗം വേറെ ഇല്ലാത്തതുകൊണ്ടും കുഞ്ഞിനെ എങ്ങനെ വളർത്തും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത്, എല്ലാ ആൾക്കാരും എല്ലാ ഫാമിലിയിലും വഴക്കും പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ആണും സഹകരിക്കണമല്ലേ. ഒരു കുഞ്ഞിനെ വളർത്തണമെങ്കിൽ ആണ് സ്വന്തമായി ജോലിയുണ്ട്, കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കലല്ലോ അവളുടെ കൂടെ. ഇപ്പോൾ ഒരു കുഞ്ഞ് വാവേനെ നോക്കുമ്പോൾ, കുഞ്ഞ് കൊച്ചുങ്ങൾ ചെറുതാകുമ്പോൾ ഒട്ടും ഉറങ്ങൂല അല്ലേ. 2-3-4 മാസമൊക്കെ എത്തുമ്പോഴാണ് കുഞ്ഞുറങ്ങണേ. എൻ്റെ കൊച്ചൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മളടുത്ത് ഒരു നേരം പോലും നമ്മളെടുത്തിരിക്കുകയോ, നമ്മൾ ആ കുഞ്ഞിനെ ഒരു അരമണിക്കൂറിൽ നോക്കി തരാണ്ട് രാത്രി ഉറങ്ങാണ്ട് പകലത്തെ ജോലി മൊത്തം ചെയ്ത്, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ ആകുമ്പോൾ ആരും കൂടെയില്ല, നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. അങ്ങനെ ചെയ്ത് വരുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ നമുക്ക് തിരിച്ചു ചെയ്യാനുള്ള സർവീസിങ്ങിനുള്ള സമയം കുറവായിരിക്കും. ഉറക്കവും ക്ഷീണവും, പിന്നെ നമുക്ക് ഗ്ലാമറൊക്കെ ചിലപ്പോൾ പോവും അല്ലേ. നമ്മൾ അപ്പോഴത്തെ ഡെലിവറി സമയത്തെ സിറ്റുവേഷനും ഒക്കെ കൂടി ആകുമ്പോൾ ഗ്ലാമർ കുറഞ്ഞു. അപ്പോൾ എന്ത് ഉദ്ദേശം കൊണ്ടാണെന്ന് അവർ തുറന്ന് പറയത്തില്ലല്ലോ. നമ്മളെ വേണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മുഴന്തൻ ന്യായം പറയും. എന്നിട്ട് ചിലപ്പോൾ നമ്മളറിയാണ്ട് തന്നെയായിരിക്കും ഇങ്ങനൊരു തട്ടിപ്പ് നടക്കുന്നുണ്ടേ. അപ്പോൾ അടുത്ത തട്ടിപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാട്രിമോണിയിലും കൊടുക്കും. മാട്രിമോണി കൊടുത്തു കഴിയുമ്പോൾ പറ്റുന്നതെന്നറിയാം. മാട്രിമോണി കൊടുത്തു കഴിയുമ്പോൾ വേറെ ആൾക്കാർ വരും. സെക്കൻഡ് മാരേജ് എന്നൊരു ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഇപ്പോൾ 6ാമത്തെ കല്യാണമാണെങ്കിലും സെക്കൻഡ് മാരേജ് അങ്ങ് കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലത്തെ മക്കളുള്ള വലിയ തള്ളമാർ വേറെ ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കോട് സംസാരിച്ച് നല്ല കൂട്ടാവും. ഇപ്പം ഹൈഫൈ പ്രൊഫൈലുള്ള ആൾക്കാരുടെ തട്ടിപ്പാണ് ഞാൻ പറയണത് കേട്ടോ. അല്ലാത്ത തട്ടിപ്പ് എനിക്ക് അറിയത്തില്ല, ഞാൻ എൻ്റെ അനുഭവത്തിലുള്ള പറയണം. ഇപ്പം നല്ല വലിയ പ്രൊഫസർമാരും വലിയ എൻജിനീയേഴ്സും ഒക്കെ നല്ല ഹൈഫൈ. അപ്പോൾ അത് കാണുമ്പോൾ വേറെ കല്യാണം കൊടുത്ത പെണ്ണുങ്ങളൊക്കെ അവർക്ക് ഓക്കെ, നല്ല ജോലി ഒക്കെ ഉണ്ട്. പക്ഷേ ആ വ്യക്തിക്ക് 0 ആയിരിക്കും. പക്ഷേ എന്നാലും ഇത്രയും ഹൈഫൈ പ്രൊഫൈൽ ഇന്ന രാജ്യത്തൊക്കെ ജോലി എന്നൊക്കെ പറഞ്ഞ് പ്രൊഫൈലിടുമ്പോൾ എന്തായാലും
അപ്പോൾ അവർ വിചാരിക്കും കുഴപ്പമില്ല, അത് സംസാരിച്ചെല്ലാം കയ്യിലെടുക്കാം. സംസാരിച്ചെല്ലാം കയ്യിലെടുത്ത് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അടുത്ത കാര്യം എന്താ പറ്റണമെന്ന് അറിയുമോ? സംസാരിച്ച് കയ്യിലെടുത്ത് കഴിയുമ്പോൾ പിന്നത്തെ അടുത്ത സെക്ഷൻ പിന്നെ വീട്ടുകാരെ സംസാരിക്കണം. അപ്പോൾ വീട്ടുകാരോട് സംസാരിക്കും. പെണ്ണിൻ്റെ ഭാഗം ചിലപ്പോൾ ഡൈവോഴ്സ് ചെയ്തൊക്കെ നിൽക്കുന്ന പെണ്ണുങ്ങളായിരിക്കും. അപ്പോൾ പറയും ഡൈവേഴ്സ് നടക്കാൻ പറ്റില്ല, അവർ നുണയും കുറയും. 6 മാസം കഴിയുമ്പോൾ എൻ്റെ ഡൈവോഴ്സ് നടക്കുമെന്ന് പറഞ്ഞാൽ തുടങ്ങണം. അത് കഴിഞ്ഞിട്ട് സംസാരിച്ച് നല്ല കൂട്ടായി നമ്മളങ്ങ് പിരിയാൻ പാടില്ല. അതുപോലത്തെ പഞ്ചാര പോലെ സംസാരിക്കും. എന്ന് വെച്ചാൽ ആ സംസാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായ പഞ്ചാര സംസാരമാണ്. നമ്മൾ വിചാരിക്കും ദൈവമേ ഇതുപോലെ സംസാരിക്കുന്ന സ്നേഹമുള്ള വ്യക്തി ഉണ്ടായില്ല. അപ്പോൾ പഴയ നമുക്ക് ഒരു ബന്ധം പോയി നിൽക്കുന്ന ആൾക്കാരൊക്കെ ദൈവമേ എൻ്റെ പഴയ ബന്ധം ഇങ്ങനെയായിരുന്നു, ഇത് എന്തൊരു സ്നേഹ ഈശ്വരൻ എന്നെ പൊന്നുപോലെ നോക്കുമെന്നും പറഞ്ഞ് നമ്മൾ അതിൽ വീണ് കഴിഞ്ഞിട്ട് പിന്നെ ആ പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ ഓക്കെ. അപ്പോൾ അവസാനം പറയും എൻ്റെ വീട്ടിൽ പോകാൻ പറ്റില്ല, വീട്ടിൽ കയറാനും പറ്റില്ല, വീട്ടുകാരുടെ അടുത്ത് പറയാനും പറ്റില്ല, ഞാൻ ഒറ്റയ്ക്ക് നമുക്കൊരു വീട് വെച്ച് താമസിക്കാം, ജോലി ചെയ്ത് ഇത് പറ്റുമെന്ന് വയ്ക്കും. അപ്പോഴേക്കും ആ പെണ്ണിൻ്റെ മനം കവർന്നിട്ടുണ്ടാവും. ആ പെണ്ണ് പറയും ഓക്കെ മതി, എന്തെങ്കിലും ആവട്ടെ, എൻ്റെ വീട്ടുകാർ സമ്മതിച്ചല്ലോ, അത് വെച്ചിട്ട് വേറെ സ്ഥലത്ത് പോയി ജീവിക്കാം, ഇപ്പോൾ 2ാം കല്യാണം അല്ലേ, എങ്ങനെയെങ്കിലും ആവട്ടെ എന്ന് ഓർക്കും. അപ്പോൾ അങ്ങനെ വന്നിട്ട് ആരും അറിയാണ്ട് ഏതെങ്കിലും മുറിയിലോ എവിടെയെങ്കിലും വെച്ചിട്ട് ചിലപ്പോൾ മാലയും കൂടി ഇടില്ല, നേരിട്ട് പോയി കിടപ്പായിരിക്കും. അല്ലെങ്കിൽ മാലയിട്ട് അമ്പലത്തിൽ എവിടെയെങ്കിലും പോയി ഫോട്ടോ സെക്ഷൻ നടത്തി. ചില ആൾക്കാർക്ക് പേടിയുണ്ടാവും. കാരണം ചിലവർ അറിഞ്ഞ സംഭവം വെച്ചാൽ വെറുതെ പോയി ഒരാളുടെ വാക്കിൻ്റെ പുറത്ത് പോയി കിടന്നിട്ട് ലാസ്റ്റ് 1 വർഷത്തോളം ആ പെണ്ണിനെ ഉപയോഗിച്ചു. ആ പെണ്ണിന് 2 മക്കളും വലുതുണ്ടെന്ന് ഓർക്കണം. അതൊരു ബാങ്ക് ഉദ്യോഗസ്ഥയാണെന്ന് ഓർക്കണം. ആ ബാങ്ക് ഉദ്യോഗസ്ഥനെ ചതിച്ച്, അപ്പോൾ അത്രയും വലിയ ആൾക്കാർക്ക് ചതി പറ്റണേന്ന് ഓർക്കണം. അതൊരു നോർത്ത് ഇന്ത്യക്കാരിയായ മഹാരാഷ്ട്രക്കാരിയായ ബാങ്ക് ഉദ്യോഗസ്ഥനെ ചതിച്ച് ഒരു മലയാളി. എന്നിട്ട് ആ വ്യക്തി അവരുടെ ഒപ്പം 1 വർഷത്തോളം അവരെ കൊണ്ട് നടന്ന് അവരെ കൊണ്ട് ടൂറൊക്കെ പോയി, വേറെ യൂറോപ്പിലൊക്കെ ടൂറും കൊണ്ടുപോയി, അവരെ അടിച്ച് അവരുടെ മുഖത്തൊക്കെ തുപ്പിയും ഒക്കെ ഇട്ട് ലാസ്റ്റ് അവരെ കൊണ്ട് എന്ത് ചെയ്തു? അവർക്ക് വലിയ മക്കളൊക്കെ ഉള്ള ആൾക്കാരാന്ന് ഓർക്കതൊക്കെ പോന്നു അവർക്ക്. അപ്പോൾ എല്ലാം ചെയ്ത് അവസാനം എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനം ഭയങ്കര വഴക്കായി അവർ തമ്മിൽ പിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പോൾ ആ സ്ത്രീ കരഞ്ഞ് കാൽ പിടിക്കുകയാണ്. ആ സ്ത്രീ വിചാരിച്ച് കെട്ടും കൂടെ താമസിക്കും ജീവിതകാലം. ആ സ്ത്രീ ഡൈവോഴ്സായി വർഷങ്ങൾക്ക് ശേഷം ഒരു ജീവിതാവസ്ഥാനമല്ലേ ജീവിതത്തിൽ, പിന്നെ ഇത്രയും പ്രായമൊക്കെ ആയി 40 വയസ്സിന് ശേഷമാണ്. എന്നാൽ പിന്നെ ഒരു കൂട്ടാവാം, മക്കളൊക്കെ വലുതായ ഇനി പഠിച്ച് വലിയ ചെറുക്കന്മാരുള്ള 10-20 വയസ്സുള്ളതും ഹൈസ്കൂളിൽ പഠിക്കുന്ന ചെറുക്കന്മാരൊക്കെ ഉള്ളതാണ്. എന്നാൽ പിന്നെ ഒരു ജീവിതമാവാമെന്ന് ഓർക്കുമ്പോൾ പോണേ. പക്ഷേ ഈ വ്യക്തി എല്ലാം അറിഞ്ഞു കഴിയുമ്പോണ്ടല്ലോ, ഫ്ലാഷ് ബാക്ക് അറിഞ്ഞു കഴിയുമ്പം കൂടുതൽ ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് ഭയങ്കരമായ ചതിയാണ്. വേറെ ഭാര്യ വീട്ടിലുണ്ടാവും, 1, 2 അല്ല 2-3 ഭാര്യമാരും മക്കളോ, വേറെ പല ഭാര്യയിൽ പല മക്കളുള്ളതായിരിക്കും. പിന്നെ എന്താ, എന്നിട്ട് പിന്നെ ചതി പിടിച്ച് ചിലപ്പോൾ ചില ആളുകൾ ചോദിക്കും രണ്ടുമായിട്ട് സഹകരിക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ പെണ്ണിൻ്റെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ അവർ ചോദിക്കും ഗതികേട്, എന്നാൽ പിന്നെ നാട്ടിലെ ഭാര്യേനെ കളയാൻ പറ്റില്ല, അതും കൂടെ കൂട്ടണമെന്ന് പറയുകയാണ്. അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ എന്തെങ്കിലും ആവട്ടെ, അവർക്ക് ആൾക്കാരെ അവരുടെ ജോലി സ്ഥലത്തും എല്ലാം കയറി ഇറങ്ങി നാണവും മാനം കെട്ട് അവരുടെ കൂടെ നടക്കുകയാണ്. അപ്പോൾ അവരും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് എനിക്കൊരാളെ കിട്ടി, ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞാൽ നടക്കണേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവസാനം അവരെ വിട്ടു. അപ്പോൾ അപ്പോൾ ഇത്രയും ഒരു വ്യക്തിയാണെന്ന് ഓർക്കണം, ഇങ്ങനെ കരഞ്ഞ് ഓരോരുത്തരേ പെണ്ണുങ്ങളെ ചതിച്ച് എത്രയോ പെണ്ണുങ്ങളുടെ കണ്ണുനീരിൽ പുറകിലാണ് വീണ്ടും പോകണം. പക്ഷേ ആ വ്യക്തിക്ക് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും കിട്ടിയിട്ടില്ല. ആ വ്യക്തി, ഞാനൊരു കഥകളാണ് പറയണേ കേട്ടോ, നടന്ന സംഭവങ്ങളാണ് പറയണേ. എന്നിലൂടെ ഇതാരെങ്കിലും കേൾക്കുകയാണെങ്കിൽ എല്ലാവർക്കും അത് മനസ്സിലാക്കാനും ഒരു മുൻകരുതൽ. കാരണം ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് സമൂഹത്തിൽ. നമുക്ക് ആരെങ്കിലോടൊന്ന് പറയണമല്ലോ, നാട്ടിലെ ജനങ്ങൾ അറിയണം ഇങ്ങനെ തട്ടിപ്പുകൾ നടക്കണ കാര്യം. പക്ഷേ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നുമില്ല. നുണ പറയാൻ നല്ല കഴിവുള്ളത് കൊണ്ടും നുണയിൽ പിടിച്ച് നിൽക്കണോണ്ടും ഏത് വിധത്തിലും നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ നുണയിൽ പിടിച്ച് നിൽക്കുന്നത് കൊണ്ടും നിൽക്കാൻ പറ്റുന്നു. അപ്പം ഇനിയും പക്ഷേ വീണ്ടും ഇപ്പം എത്ര ആയാലും വീണ്ടും പെണ്ണുങ്ങളെ കിട്ടുന്നുണ്ട്. പെണ്ണുങ്ങളാണെങ്കിൽ അത് കാണുമ്പോൾ പിന്നെ വേണ്ടാന്ന് പറയുമ്പോൾ അത് വീട്ടിൽ അന്വേഷിക്കാൻ പറയുന്നില്ല. അപ്പോഴത്തെ സംസാരം അതേ ചക്കരയായിട്ടുള്ള അടയും ചക്കരയും സംസാരമാണ്. അപ്പം ഇങ്ങനെ നടക്കുന്ന വിവാഹ തട്ടിപ്പ് ഇതുപോലെയും വിവാഹ തട്ടിപ്പുണ്ട്. പണ്ടൊക്കെ ഒരാൾ പെണ്ണ് കാണാൻ വന്ന് തട്ടിച്ച് പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞ് കുറച്ചാൾ കൂടെ കിടന്ന് സ്വർണ്ണവും പൈസയൊക്കെ ആണെങ്കിൽ അതൊക്കെ അടിച്ചുകൊണ്ട് പോയി പിന്നെ അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണ് കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോഴായിരിക്കും മാല പോലെ. നമ്മൾ പണ്ട് പേപ്പറിൽ ഞാൻ ചെറുപ്പത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. ഒത്തിരി വന്നപ്പോൾ ഇങ്ങോട്ട് വാ. അപ്പോൾ അങ്ങനെ എൻ്റെ കൊച്ച് ബേഡിനെ നോക്കി കിടക്കാം കേട്ടോ. അവിടെയൊക്കെ നിറച്ചും പൂക്കളാണ്. ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ സ്ഥലങ്ങളാണ്. നമ്മുടെ പ്ലേ ഏരിയ ആണ് കേട്ടോ ഇത്. എന്നിട്ട് എന്ത് ചെയ്യണു, അപ്പം
എത്രയോ പെണ്ണുങ്ങളുടെ കണ്ണുനീർ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവ് ഇതൊന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് കാണണം, എല്ലാവരിലേക്ക് എത്തണം. കാരണം മറ്റുള്ളവർ അറിയുകയാണെങ്കിൽ നാളെയും അവരുടെ ജീവിതത്തിൽ എന്ത് രസമല്ലേ പനിനീർപ്പും റോസാപ്പും അവരുടെ എന്തോരം മുട്ട എല്ലാ റോസയിലും സമയമാകുമ്പോഴിലൂടെ നിറച്ച് മുട്ട ആയിട്ടുണ്ടാകണേ ഉണ്ടോ. അപ്പോൾ ഇത് കുറച്ച് ശരിക്കും പറഞ്ഞാൽ ആളുകൾ കാണണം. എനിക്ക് ആളുകളിലേക്ക് എല്ലാവരിലും എത്തിക്കണം, ആളുകൾ അറിയണമെന്നൊരു ആഗ്രഹത്തോടെയാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യണത്. കാരണം ഇങ്ങനെ അറിയാതിരിക്കുമ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ചതി പറ്റുന്നുണ്ട്. അനുഭവ കഥകളാണ് പറയുന്നത്. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തിക്കണം, ആൾക്കാർ കാണണം. കാരണം ഇനിയും ഇങ്ങനെ കല്യാണം നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ നിങ്ങളിൽ ഒരാളായിരിക്കും അടുത്ത പറ്റാൻ പോണ ആൾ. അങ്ങനെ തേടി തേടി വരും. ഇതുപോലെ ഒരാളെ കുറിച്ചാണ് എനിക്കറിയാവുന്നത്. അതുപോലെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഒരാൾ ഇതുപോലെ അപ്പോൾ എത്രയോ ആളുകളുടെ കണ്ണുനീര് അപ്പോൾ അയാളുടെ വേറൊരു ഭാര്യ ഒരു കുഞ്ഞിനെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കുകയാണ്, ഭയങ്കര കഷ്ടപ്പാടിലും. അപ്പോൾ ഇട്ടിട്ട് പോയി എന്ത് ചെയ്യാൻ പറ്റും? വേറെ ഒരു പിന്നെ പൈസയും കൊടുക്കുകയൊന്നുമില്ല. ആ സുഖം തേടി അങ്ങ് പോയി. പിന്നെ വേറെ ഒരുത്തിയുടെ കൂടെ താമസിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെ അയാൾ ജീവിക്കുന്നു. 11 മിനിറ്റായി, കൂടുതൽ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ടേക്ക് കെയർ ചെയ്യുക. വിവാഹ തട്ടിപ്പ് ഇതുപോലെ മാട്രിമോണി വഴി ഇങ്ങനെ തട്ടിപ്പ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് മാട്രിമോണി വഴി കല്യാണം കഴിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുക. വന്നു കഴിയുമ്പോൾ ഒന്ന് ശരിക്കും അന്വേഷിക്കുക. വേറെ അവരുടെ ആ ഫാമിലി വീട്ടിൽ പോയി അന്വേഷിക്കുക. വീടുണ്ടോ, വീട്ടിൽ പോകണ്ടെന്ന് പറയുകയാണെങ്കിൽ എന്തെങ്കിലും തരികടയുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി കേട്ടോ. വീഡിയോ കണ്ട് ഷെയർ ചെയ്യുക. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഓക്കെ.